അഭിനയം ഇടാം. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഫ്രീ ഫയർ തന്നെയാണ്. എന്നാലും ഗെയിം ഇപ്പോൾ തുടങ്ങും. ഇത്തിരി സൗണ്ട് ഉണ്ടാക്കട്ടെ. നമ്മൾ ഗെയിം എന്തായാലും തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പണ്ടത്തെ പോലെ തന്നെ ക്ലാസ് സ്കോർ കിട്ടാം. ഓണ സ്കോറും ചെക്ക് ചെയ്യും. എന്തെങ്കിലും മെച്ചുണ്ടായി തന്നെ എൻ്റെ 74 എന്നാലും സീനില്ല. നമുക്ക് എന്തായാലും മാച്ച് ചെയ്യാൻ സംഭവം കൂട്ടം ഒരു സീരിയസ് കളിക്കണം. എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി സൗണ്ട് ഇറക്കട്ടെ ഗൈസ്. അപ്പോൾ സംഭവം 98 ഉണ്ട്. ലോഡ് ആയിരുന്നു. ഓടിപ്പോകണം നമുക്കന്നേരം ഇവിടെ നോക്കി നോക്കാം. എന്തായാലും നമുക്ക് 2 ആൾ പോവുകയാണെങ്കിൽ അത്രയും നല്ല. നമുക്ക് കവറൊക്കെ ഉണ്ടാവും. കവറൊക്കെ നമുക്ക് ഇതിൻ്റെ വെള്ളം കയറാം. ശരിക്കുണ്ട്. നമുക്കെന്തായാലും ഇവിടെ നിൽക്കും. അവനെ ഇതൊക്കെയുണ്ട്. അത് കഴിയാനാണ് നേരത്താണ് ഈ സംഭവം. ഗെയിം ഇപ്പോൾ തുടങ്ങും. 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. നമുക്ക് നേരെ അവിടെ എന്തൊക്കെ ഉണ്ട് നോക്കാം. MP5 ഉണ്ട് ഈ റൗണ്ടിൽ. പിന്നെ AWM ഉണ്ട്, വെക്ടർ ഉണ്ട് ഗൈസ്. MP40 ഗൈസ് ഒന്നും സീനില്ല. മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്നുണ്ട് ഉണ്ടല്ലേ. ഏതോ തന്നെ MP5 കിട്ടിയിട്ടുണ്ട്. കവർ നിൽക്കണം ഗൈസ്. ചെക്കന്മാരൊക്കെ അവിടെ നിന്നാണ്. ഗണ്ണില് ചെക്കന്മാരൊക്കെയാണ്. ഫുൾ ടീമാണ്. ഒരുത്തം ഇഞ്ചിയിട്ടുണ്ട്. കിങ്ഫിഷർ കൊണ്ട് വന്നിട്ടില്ല. ഒത്തിരി ഡാമേജ് കൊടുത്തിട്ടുള്ള കുഴപ്പം. അവന് കട്ടാന കിട്ടി. ഇനി തോന്നുന്നു ലൊക്കേഷൻ ഇവിടെയാണ്. എടുക്കാം. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നോക്കി നോക്കാം. 100 ഉണ്ട്. അങ്ങനെ ഒന്നും ആവില്ല. ഇതിനൊന്ന് റിക്വസ്റ്റ് ഇട്ടോട്ടെ. നമുക്കെന്തായാലും മാച്ച് തുടങ്ങി കഴിഞ്ഞു പോയി. ഏതെങ്കിലും എടുക്കാം. ഈ സൈഡിൽ നിന്ന് എന്തെങ്കിലും കയറി വന്നിട്ടില്ല. മോളിലോട്ടേക്കൊന്നും കയറി വെക്കാം. ഡാമേജ് കയറും. AC80 ഉപയോഗിച്ചിട്ട് ഒന്ന് ഹെൽപ്പൊക്കെ പിന്നെയും ചത്ത്. AC80 വെച്ചിട്ടാണ് മൊത്തോളം തട്ടിയിട്ടില്ല. അവിടെ ആളുണ്ട് കണ്ടില്ല. AC80 വെച്ചിട്ടാണ് ഇവിടെ. സീനില്ല.
ചെക്കന്മാരെ മുമ്പെന്നാണ് വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആ ഹൗസിൽ കയറിക്കാം. കുറച്ചും കൂടി സേഫ് ഉണ്ടാവും. അങ്ങനെ മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് കയറിയുണ്ട് വീടിൻ്റെ ഉള്ളിൽ. നമുക്ക് തപ്പാം അതിന് ഒരുത്തനെ നോക്കടിച്ചിട്ടുണ്ട്. ഒരുത്തനും കൂടി നോക്കടിച്ചിട്ടുണ്ട്. ഏതൊരുത്തൻ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ നമ്മളാണ് ഈശ്വരം ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ള അതങ്ങനെ സ്ക്രീനിൻ്റെ വെച്ച് നോക്കി നോക്കാം. ഇവിടെയൊക്കെ ചെക്കന്മാരങ്ങനെ എവിടെ നിന്നെങ്കിലും കയറുമെന്നാണല്ലേ. നമുക്ക് ചിലപ്പോൾ പണിയാകും. നമുക്കങ്ങനെ ടീമിൻ്റെ ഒപ്പം തന്നെ പോകണം. ഒരുത്തനും ഇതുവരെ മുടിയായിട്ടില്ല. നമുക്ക് ആക്ച്വലി ഒരു നല്ല കാര്യം ഉണ്ട്. ഇവിടെ പെട്ടെന്ന് അവിടെ ബ്ലൂ ആളിട്ട് ചൂടാ നോക്കും. ഇത് സോണ് ചെറുതാണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ സോണ്? സ്മോളിലോട്ടേക്ക് നേരെ പോകും. പിന്നെ സ്മീൻ വരെയുണ്ട്. കിങ് ഫിഷർ കൊണ്ടാണ് ഓടിയേക്ക്. നമ്മള് അത്യാവശ്യം ഹെൽപ്പൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളല്ല ജയിച്ചത്. 11 ജയിച്ചത്. നമ്മൾ സെക്കൻഡ് അടിച്ച് സീനില്ല. ഒരു മാച്ച് പണി കളിക്കാം. നമ്മൾ 2 കിൽസ് എടുത്ത് അവന് 2 കിൽസ് എടുത്ത്. നമ്മളും കേസ് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റ് നമുക്ക് 2 കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും അടുത്ത മാച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ ഇതേമാതിരി ലൈക്കൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ JW കൊണ്ട് 2 നോക്ക് നിങ്ങൾ കണ്ടാലേ 2 നോക്ക് അടിക്കും. പിന്നെ ലാസ്റ്റ് എത്ര നേരത്തെ നമ്മൾ മൂഞ്ചി. ഇവിടെ JW കൊണ്ട് പൊളിച്ചത്. ഞാൻ ഒന്ന് ടാപ്പ് ചെയ്യണം, പിന്നെ ഒന്നും കൂടി ടാപ്പ് ചെയ്യണം. അങ്ങനെ ഇതിൽ 2x സ്കോപ്പും ഉണ്ട് ഗൈസ്. പിന്നുള്ള സീൻ എന്തായാലും നമുക്ക് ചാടിക്കറി പോവാം. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ചാവാത്ത ഇംഗ്ലീഷ് ഇതെടുക്കാൻ വേണ്ടി പോവും ഗൈസ്. ശരി ചങ്ങായി നോക്കിയോ ഗൈസ്. ഹംസയാണ് കൊന്നാൻ ഓർഡർ ചെയ്യും. യവ മാത്രമല്ല ഇത്. എടാ യവ എന്തോ നോക്കിക്കോ. എടാ പോയിക്കില്ലേ എന്തുവാടേ ഇത്. ചെവ ഒരു വട്ടം വീഡിയോയെല്ലാം വിട്ടുകൊണ്ട് അതിന് എന്തോ നോക്കി. ഓഫ്ലൈൻ അങ്ങനെ ഒന്നും കഴിഞ്ഞു ടീസ്. മറ്റാനോടെ ഇതല്ല മറ്റാൻ നമ്മൾ കളിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത 36 എടുത്തിട്ടുണ്ട്. ഒരു നല്ല കണ്ണ് കാണാതെ എയർ ഡ്രോപ്പേഴ്സിന് അടുക്കായിരിക്കും നമുക്ക്. അതാണ് പെട്ടെന്ന് പോകണം. നല്ല ഹെഡ് അടിക്കണം. എന്നാൽ പെട്ടെന്ന് എനിമിജോ ഹെഡ് അടിച്ചാൽ പെട്ടെന്ന് എനിമിജാവും. പെട്ടെന്ന് തന്നെ ഇത് കൂടെ നമുക്ക് കയറാണ്ട്
First blood. Help me! നമ്മൾ നോക്കടിച്ചേ Help me! First blood. നമ്മൾ ചാടി വരുന്ന നമുക്ക് നോക്കാം ശരിയല്ല 2000 കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് നമ്മൾ നേരമായിട്ട് യുദ്ധം എടുത്തിട്ടുണ്ട് ഇതൊരു ഡെസേർട്ടുകളില്ല നമുക്ക് ഗ്രോസ് ഉണ്ട് റിക്വസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ട് എന്താ പറയുക എന്തോ നമ്മൾ ഇതിനകത്ത് ഒറ്റ ഒരാൾക്ക് റിക്വസ്റ്റ് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ ചാടിക്കയറി പോണ്ട മെല്ലെ സാവധാനം പോയി മതി ബുദ്ധ നമ്മളെ സ്മെല്ല പോയിട്ടിരിക്കുന്നു നീ കേട്ടത് ശരിയാണ് കവർ ചെയ്തിട്ടുണ്ട് നമ്മളെ അടിയിക്കുന്നുണ്ട് ഒരുത്തനും നമ്മൾ അടിക്കില്ല എന്ന് കരുതുന്നു പക്ഷെ എല്ലാവരും മേളിൽ കയറിയിരിക്കുന്നത് എൻ്റെ മോനെ MP5 തേർഡ് ലെവൽ കിട്ടി യോ MP5 ഉണ്ടല്ലേ നമുക്ക് തേർഡ് ലെവൽ കിട്ടിയിട്ടുണ്ട് Help me! അടിക്കട്ടെ ചെല്ലാം പണിയാവും ഏതോ ഒരുത്തണ്ടല്ലേ Help me! Double kill. നേരത്തെ നമ്മൾ ന്യൂബി ഇഷ്ടമാണ് ഫുൾ അടിച്ചില്ല That's what happens when you meet the business end of Resources here. എന്തായാലും ഇവരൊക്കെ ഉള്ള റീസോഴ്സൊക്കെ ഇതടി മാട്ട വന്നു എനിക്ക് വേണ്ട ഇത് ഈ ലൊക്കേഷൻ ഇവിടെ ഏടാമിൻ്റെ ആവശ്യമില്ല തിന്നാണ് ഈ MP5 തൊഴിലുണ്ട് പിന്നെ ഇതും ഉണ്ട് കെട്ടാനുള്ളവനാണ് നമുക്ക് അത് കെട്ടാൻ നല്ല വണ്ണാണ് ഇപ്പോൾ പിന്നെ നല്ല കല്ലെടുക്കുന്നു അമ്മേ അങ്ങനെ ഏടാമിന്ന് അവിടെ ഒരുത്തൻ ചാക്ക് നോക്കുന്നുണ്ട് First blood. ഏതാനുള്ള ഒരുത്തനെ കൈസ് കാണില്ല ഒരുത്തനെയും കാണില്ല അവർക്ക് എവിടെയും ഇവിടെയും പോയി ഒടിച്ച് അമ്മേ നോക്കി വെക്കുമ്പോഴൊന്ന് നമ്മളെ ചത്തോട്ട് Help me! Double kill. അവ അവിടെ കയറിയിട്ട് എളുപ്പം കൊണ്ട് കൈസ് ഓ യവൻ നല്ല കളി കളിക്കുന്നുണ്ട് ചത്ത് അമ്മമാർക്കൊന്നും ബുദ്ധി ഉണ്ടാവില്ല അതേപോലെ അമ്മമാർ കളിക്കില്ല ആ അവൻ ചത്ത് വേണം MP40 വേണം പിന്നെ ഇത് വേണം നമ്മളെന്തായാലും തുടങ്ങുന്നുണ്ട് ഏതാണ് G36 വലിയ കാര്യമില്ല നമ്മൾ MP40 ഉണ്ട് പിന്നെ ഇതും ഉണ്ട് അപ്പോൾ MP5 തേർഡ് ലെവൽ എന്ത് ചെയ്യേ അവനറിയാൻ കളഞ്ഞടേ നല്ല സ്കോപ്പിലാണ് പോയി Head there. നമുക്ക് അടിച്ചില്ല Head there. Head there. Help me! എവിടെ നിന്നുണ്ട് അടിക്കാൻ First blood. കിട്ടുന്ന ആടേ Help me! Thanks.
പെട്ടെന്ന് മെഡ് അടിക്കട്ടെ. എന്നിട്ട് പെട്ടെന്ന് അടിക്കണം. എന്നിട്ട് പണിയാൻ പറ്റും. പുറത്തോട്ടൊക്കെയാണ് ഇറങ്ങി വരും കൂടി Double kill. ഒരുത്തനും കൂടി ഉണ്ട്. കിട്ടും. Double kill. എന്തായാലും നമ്മൾ ഈ മാച്ച് തോറ്റിട്ടില്ല. ഈ പൊണ്ണുങ്ങൾക്കാണ് അടിച്ചത്. എന്താ സംഭവിക്കറിയില്ല. ഫോർത്താണ് 0 റൺസിന് നമ്മൾ 2 നോക്കടിച്ച്. അങ്ങനെ ഏതോ വന്ന് കൊന്നു. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാൻ. എന്നാലും അടുത്ത മാച്ച് എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാച്ചിലെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം. ഒരു കേസ് അതാ മാച്ച് തുടങ്ങി. ശരിയില്ല, നമുക്കപ്പോൾ ഇത്തവണ അടിക്കണം. അടിക്കാൻ പറ്റിയെങ്കിൽ നമ്മൾ അടിക്കും. അത്രേ ഉള്ളൂ. അടിക്കാൻ പറ്റിയാൽ നമ്മൾ അടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അടിക്കില്ല. അത് പണ്ടേ ഉള്ള സംഭവം. നമ്മളൊക്കെ പ്രോ എന്നും പറയാൻ പറ്റില്ല. നമ്മൾ ന്യൂബിയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയത് കൊണ്ടാണ് നമ്മൾ ന്യൂബി പോലെ കളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രോ ആണ് ഗൈസ്. പ്രോ ആയിട്ട് വേണം 2 നേരം അടിക്കണം ഗൈസ്. വെച്ചിട്ടല്ലേ അവനും കളിക്കുന്നത്. പിന്നെ നമ്മളോടിയേ ഞാൻ അവിടെയാണ്. എങ്ങനെ ഒന്ന് പാടേ മറ്റൊരു ഞാനായി സപ്പോർട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. പെട്ടെന്ന് പോടേ, പെട്ടെന്ന് പോ. ഇനി പറഞ്ഞിട്ടില്ല, നമ്മൾ ചത്ത് ഡേറ്റ് വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ വിചാരിച്ച അവിടെ തന്നെ. അവൻ എന്തായാലും കിൽസ് കളിച്ചിട്ടുണ്ട്. ഇതെന്താ അവൻ മാറിപ്പോകുന്നേ. പറഞ്ഞ സെക്കൻഡാണ് ചിത്താണ് അടിച്ചത്. നമുക്ക് എന്തായാലും ചിത്താണ് ഗണ്ണെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുണ്ട്. നമ്മൾ അടുത്തേരം നമുക്ക് ഇതെടുക്കണം. അതാ ഈ തത്യൂസൊക്കെ തന്നെ അടിച്ചത്. അപ്പം എന്തായാലും മാച്ച് ഇപ്പോൾ തുടങ്ങും ഗൈസ്. നമ്മളതിൽ P90 ഉണ്ട് ഗൈസ്. പിന്നെ അല്ല നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ അടിക്കും, ഇല്ലാണെങ്കിൽ നമ്മൾ ന്യൂബിനെ പോലെ കളിക്കും. ന്യൂബൊന്നും അല്ല, അതിലും വലുത് കളിക്കും. അല്ലേ അവിടെ നിന്നാണ് എനിമി വരാൻ പോകുന്നത്. എനിമി സ്ക്വാഡിൻ്റെ ഉണ്ടാവും ഗൈസ്. ഇങ്ങനെ ഇവിടെ പോയിക്കാം. ഇവിടെ ഒന്നും ഇല്ലാത്ത കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി. ഇതിൻ്റെ അപ്പുറം ചെന്നവനാണ് കേശവൻ. അയ്യോ മാക്ടൻ കൊണ്ട് 7ആണ് നമ്മളടിച്ചത്. നമ്മളാണ് നേരത്തെ ഡാമേജ് കൊടുക്കുന്നത്. അതാണ് സംഭവം കൊണ്ട് നമ്മളെ പഠിച്ചത്. P90 തീരെ ഡാമേജ് കയറുന്നില്ല. അത് കാര്യം പറയല്ലോ. P90 തീരെ ഡാമേജ് കയറുന്നില്ല. പറാഫലിലൊക്കെ പിന്നെയും കയറുന്നുണ്ട്. P90 ഒന്നും ആവുന്നില്ല. ഞാൻ ചത്ത് എസ്ഐട്ടിക്കുന്നുണ്ട്. അതാ ഒരുത്തന്ന് കീറി വരുന്നുണ്ട്. ഇപ്പൊ അവനത് ഹെൽപ്പാക്കുന്നുണ്ട്. അവിടെ തന്നെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ? ജവനൊന്ന് റിവൈവ് ചെയ്തൂടെ? ഒരുത്തതാ ലൂട്ട്. അവന്മാർ 2 ഓടിയോ. ഒരുത്ത ചത്ത്, അല്ല 2 ചത്ത്.
അപ്പോൾ നമുക്ക് ഇത്തവണ ഈ ചങ്ങായിക്കാണ് കിട്ടിയില്ല. നമ്മൾ ഇപ്പോഴും അവന്മാർ 0 ആണ്. നമ്മളാണ് ഇത്രയും തവണൊക്കെ എടുത്ത്. എൻ്റെ മോനെ സീൻ അതിന് ആരുടെയും പൈസ ഇല്ലേ? ആരുടെയില്ലേ? എന്തായാലും നോക്കി നോക്കുക. ഒരുത്തൻ്റെ ഒരു വുഡ് പേക്കർ പറവല് നിങ്ങൾ കണ്ണൊക്കെ നമുക്കെന്തായാലും എല്ലാം ഇടിച്ചിടാം. കയറിക്കോ ചാടി കയറിക്കോ. മെല്ലെ പോയേക്കാം. ചാടി ഒന്നും കയറുന്ന സ്വഭാവം നമുക്കില്ല. എൻ്റെ മോനെ പറവലും കൊണ്ട് അവൻ ചത്ത്. എൻ്റെ മോനെ നമ്മൾ അസുഖമാണ് തവണ അടിച്ചത്. അന്നാണ് ഇവിടെ നമുക്ക് ആദ്യം തന്നെ വേണ്ട റിസോർട്ടിക്കാണ്. MP40 ഇഷ്ടമാണ് നമുക്ക് ആവശ്യമില്ല. ഇടപെടില്ല. എന്തായാലും നമുക്ക് കിട്ടിയൊരു കാശ് അങ്ങനെ ഡെസേർട്ടികൾ കിട്ടി. നമ്മളെന്തായാലും സ്റ്റീമപ്പ് ഉണ്ട് വരുത്തൻ്റെ അപ്പം. ഇനി എന്ത് നടക്കും നമുക്ക് നോക്കാം. നമുക്കെന്തായാലും ചാടിക്കയറി പോകണ്ടെന്ന് അമ്മേ. നമുക്കെന്തായാലും ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ആണല്ലോ നല്ല ഉയരത്തിൽ ചാടാം. താഴത്തോട്ടേക്ക് ചാടിയുണ്ട്. നോക്കി നോക്കാം. ഈ തന്നെ കിട്ടിയാലോ. ഓടിച്ചോടുന്ന് അടിച്ചേ അവിടെ പറാഫിലും കൊണ്ട് ചാടി അടിക്കുന്നു. അവന് അങ്ങനെ നമുക്ക് സ്കിപ്പ് പഠിപ്പിച്ചു കൊടുക്കാം. എന്താണ് ഇവൻ്റെ ഒരു M8 ഉണ്ട്, 3 അടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരൊട്ടോരും നല്ല ഉത്സവം കിട്ടില്ല. ഇവനാണ് കൂടുതലും കൊടുക്കുന്നത് ഈ ഹസൂദ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം. നമ്മൾ 3rd ആണ്, അല്ല 4th ആണ്. നമ്മൾ 2 കിൽസ് എടുത്തിട്ടുള്ളൂ. എന്തായാലും ഒരു മാച്ചും കൂടി കളിക്കുക. അതോടെ കൂടി ഈ വീഡിയോ അങ്ങനെ അവസാനിപ്പിക്കുക. ലോബി അടിച്ച് ഹോണ്ട സ്കോർ കൂടിയോ നോക്കാം. കൂടിയില്ലെങ്കിൽ കുറഞ്ഞ്. എന്തായാലും നോക്കാം. ഇതൊക്കെ എന്തോടെ അപ്പഴത്തന്നെ മാച്ച് തുടങ്ങി. ബെർമുഡാണ് ഫസ്റ്റ് തന്നെ പീക്ക്. ഓൾഡ് പീക്ക് നല്ലതായിരുന്നു. എന്തായാലും ഗെയിമിന് എന്തായാലും നമ്മൾ പീക്കിൽ പോയി തീർന്നിട്ടുണ്ട്. പീക്കിലെന്തായാലും നമ്മൾ പോയിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് വാങ്ങാം. ഇതിലുണ്ടല്ലോ USB 2 ആണ്. 2 USB ഉണ്ടാവും. മറ്റാകുമ്പോൾ ഇത്തിരി കൂടി ഉണ്ടാവും. നോക്കണ്ട പോലെ ഒറ്റടിക്കാൻ തത്ത്. എടാ ഫസ്റ്റ് തന്നെ നോക്കടിച്ച്. അതെ എങ്ങനെയാണ് ഇത്ര വിട്ടെന്നൊക്കെ നോക്കേ. ഓൻ ഹാക്കറാവുന്നു. ഞാനവിടെ കയറിയിട്ടുള്ള അപ്പോഴത്തേന് ഒറ്റ അടിക്കാൻ അടിച്ച് അതിന് ഹെഡ് അടിച്ചുകൊണ്ടാവും. എന്നാലും സീനില്ല. നമുക്ക് റിവെഞ്ച് എടുക്കാം. പറ്റണേ നമ്മളെടുക്കും. പിന്നല്ല അത് നമ്മളെ റീമൈസ്. നമ്മൾ ഒരു എസ്കവാണെങ്കിൽ ഓന് ഹെഡ് അടിച്ച് നമ്മൾ ഡാമേജ് അടിച്ച്. ഒരുത്ത ഇവിടെ തന്നെ ഉണ്ട്. ഇവനല്ലേ മറ്റേ ഹാക്കർ. ഇവൻ സ്കിൻത്ത് കൊണ്ട് അങ്ങനെ ഹാക്ക് അടിച്ചു. അവനെ നല്ലോണം കിട്ടി. എടേ നമ്മുടെ ടീം ഫുള്ളും മുഞ്ചി. യവനാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ റിവെഞ്ച് കിട്ടിയിരിക്കും. ഇതെന്തായാലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ബെസ്റ്റ് 4 ഉണ്ടാവും. മറ്റേ
ബ്ലൂ വാളും ഉണ്ടാവും. പിന്നെ പൈസ ഉണ്ട്, പക്ഷേ 200 റുപ്യ. 200 റുപ്യ, 100 റുപ്യക്ക് മഷ്റൂം മാത്രം കിട്ടുള്ളൂ. സ്കോപ്പ് കിട്ടും. നോക്കാറുണ്ട് ഇല്ലേ? MP5 നോക്ക്. ഒന്നാണ് ആവശ്യമില്ല. ഇവിടെ നമ്മളെ ടീമേറ്റ് ഉണ്ട്. ഒന്ന് ആടേ, ഒന്ന് ഹെൽപ്പ് ആയിക്കൂടെ? അതിനും വലിയ ഒന്ന് ആടേ, എന്തുവാടേ? നമ്മൾ ചാവാൻ പോകുന്ന ഇവനെല്ലാം കണ്ടൂടെ? എടേ നമ്മൾ ചത്തടേ, ചത്ത്. അവൻ എന്നാലും എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകും? നമ്മളെ ഈ മാച്ചിൽ ജയിച്ചിട്ടുണ്ട് എന്തായാലും. അവൻ എന്നാലും എങ്ങനെയാവൂല നമ്മളെ കൊന്ന ഒരു ഇതുണ്ട് അതിന്. MP5 ഉണ്ട്, ഞാൻ കാണാത്തന്നെ. ഫസ്റ്റ് ലെവലിൽ നമുക്ക് എന്തായാലും ഇവിടെ റീസോഴ്സ് ഉള്ള ഏതാണ് എടുത്തത്? MP5 തന്നെയല്ല നമ്മളെ കയ്യിലുള്ളത്. MP5 ഫസ്റ്റ് ലെവലാണ്. ചില UMP കൊടുക്കുന്നുണ്ട്. MP5 ഫസ്റ്റ് ലെവലാണ്. ചില ഒരുത്താനുണ്ട് AK-47 കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ എടുക്കുന്നു. ഹാക്കർ. ഇവിടെ എന്നാ മൊത്തം ഹാക്കറൊന്നുമില്ല. ഹെഡ് അടിച്ചിട്ടുണ്ടാവും. ഹെഡ് നമുക്ക് സെറ്റാക്കാം. പിന്നെ നിങ്ങൾക്ക് PUBGൻ്റെ ഗെയിം പ്ലേ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. വിനി നല്ല കളി കളിക്കുന്നുണ്ട്. ഒരുത്തന്നെ നോക്കടിച്ചിട്ടുണ്ട്. അവൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒറ്റ ഒരുത്തനും കൂടിയുള്ളൂ. മറ്റവൻ്റെ അവൻ ചത്തടേ. വിനി നല്ല കളി കളിക്കുന്നുണ്ട് കേട്ടോ. വിനി പ്രോയാവുന്നു. എന്തായാലും കൈസ് നമുക്ക് പോയേക്കാം. ഇത്തവണ നമ്മൾ മൂഞ്ചോനെ G36 ഇവിടെ AK-47 ഏതോടെ നമ്മൾ AK-47 കൊണ്ടുപോയത്. നല്ലൊരു കണ്ണായി നിൽക്കുക എത്താണ്ട് രക്ഷപ്പെട്ട് കയറിയ AK-47 കിട്ടിയതുകൊണ്ട്. നേരത്താണെങ്കിൽ അതിലും വലിയ കഥ. നോക്കിയോക്കെ ഫുള്ള് സ്കോപ്പ് നോക്കുന്നുണ്ട്. SVD വെച്ചിട്ട് നമ്മൾ തരാൻ മടിയത്. നമ്മൾ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ടാവും. ഇടേ വിനി 2K25 ഒന്ന് പാടേ. വേറൊരുത്ത ഒന്ന് ഹെൽപ്പാക്കടേ. അത്രേ ഉള്ളു, സിമ്പിൾ. കഴിഞ്ഞില്ല. അപ്പഴത്തേനും വേറൊരുത്തം വന്നു. മെഡടിക്കട്ടെ, മെഡടിക്കോ. ഒന്നാമത്തെ ആണ്ട് രണ്ടാമത്തെ ആണ്ടും കൂടി അടിക്കട്ടെ. അതിൻ്റെ ചിലപ്പോൾ പണിയാവും. ഇവിടെ അങ്ങോട്ട് മണ്ടണം. G36 എടുക്കാം. രണ്ടെടുക്കുന്നുണ്ട്. രണ്ടാമതുണ്ട്. നമ്മളെ ടീമിനെ അടിക്കാൻ നോക്കി. ഹാക്കർ മരിച്ച്. ഹാക്കർ ചത്തു. ഈ ഹാക്കർ ചത്തു. ഒന്ന് ഹെൽപ്പാക്കണേ. ഒന്നും ആടേ. അത് തന്നെ അത്രേ ഉള്ളു. വിനിക്കാണ് ഇത്തവണ അടിച്ചത്. ഇത്തവണ വിനിക്ക് തന്നെ. അപ്പൊ നമ്മളൊക്കെ എന്താ വെറുതെ കളിക്കുന്നു? അങ്ങോട്ട് പോയി ഒരൊറ്റ ചാട്ടം ചാടും. സിമ്പിൾ. എന്താ റിസോഴ്സ് അല്ല ഒന്നുമില്ല. സംഭവമുണ്ട്. അയ്യോ എടെ ചാടിപ്പോടേ. അവന്മാർ അപ്പുറത്തെ ടീമത്തേക്കന്മാർ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് അവിടെ പോകണം. അത്രേ ഉള്ളൂ.
ഹാക്കറാണ്. മൂന്നെണ്ണം അടിച്ചത്. ഫസ്റ്റത്തെ കിൽസാണ് ആക്കിണ്ട്. വേറെ ഹാക്കർ നിൽക്കുന്നുണ്ട്. ആരും വരാൻ പോകുന്നില്ല. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുത്തനും ഇല്ല. പെട്ടെന്ന് പോവാ. ചത്ത് എവിടെ കണ്ടാവരെ ഒരു തോന്നല. എനിക്ക് ഒരു തോന്നല. ഒരു നോക്കി സോൺ വെയിറ്റ് കൊടുക്കണം. എടേ എത്ര അടിക്കണം? അതുകൊണ്ട് നമുക്കടിക്കാം. ഇതിനെങ്കിലും പൈസ ആരുടെ പൈസ ഇല്ലേ? നമ്മുടെ യുവമ്പിയോട് ഒന്നുമില്ലേ? അവിടെ പോയി ഗ്രോസ് കിട്ടും. ഗ്രോസ് കൊണ്ട് സ്വന്തമായിരിക്കും. അതുകൊണ്ട് വലിയ കാര്യമില്ല. എന്നാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം. എന്തായാലും ഉണ്ടല്ലേ അങ്ങോട്ടേക്ക് പോവാം. വീഡിയോ വെച്ചിട്ട് നമ്മൾ സത്ത് എടുക്കാൻ പോയത് തന്നെ ചെക്കൻ നമ്മൾ ഒന്ന് അടിച്ച്. ഫസ്റ്റ് തന്നെ ഷെഡ് അടിച്ചു. എന്തിനാണേ നമുക്ക് ആർത്തി കൂടി. അടേ അവനെന്തോ അവനെ കണ്ടു അടിച്ചു. ആയില്ല. യവൻ മുഞ്ചി. ഓക്കെടാ, 2 മുഞ്ചി. സീനിലൈസ് നമുക്ക് അടിക്കാം. അടിച്ചിരിക്കും പൈസ നമ്മൾ. നമുക്ക് കുറേ പൈസ ഉണ്ട്. കുറേ എന്താണ് പൈസ. ഫുള്ള് മാറ്റുന്നുണ്ട്. പിന്നെ അതായത് നമുക്ക് എന്തായാലും 2 മഷ്റൂം വേണം. 2-3 ലൂവാളാണ്. ഗോർജ എക്സിഡ് കൗണ്ട് ചെയ്യാം. സീനിലൈസ് ഞാനൊരു സ്നൈപ്പർ. ഈ കളിയിൽ നമ്മൾ സ്നൈപ്പറൊന്നും ഇല്ലാതിരിക്കുന്നു. അവർക്ക് ഞാൻ ഗ്യാരണ്ടില്ല. എണ്ണെങ്കിൽ വേണം. കുറേ കണ്ടിട്ടില്ല. അതായത് എവിടെ നിന്നാണ് യവന്മാരൊക്കെ ഒരു വരുന്നേ സംഭവം. ഇവിടെ എവിടെയാണ് സംഭവം? SVD കുറേ നേരം ഉണ്ടാക്കാനായിട്ട് കയറുണ്ട്. ഇതാക്കിയുണ്ട്. നമ്മൾ മുൻപിലൂടെ തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു. അടിച്ചു നോക്കടേ. എവിടെ ഒരുത്തനില്ലേ? ഒരുത്തൻ പോരെ? 3 അടിക്കും. ചത്ത്. യവൻ നമ്മളെ നോക്കരുത്. യവൻ ഡാമേജൊക്കെ കൊടുക്കാൻ അടിച്ചിട്ടുണ്ട്. എൻ്റെ ഗൈസ് ഇനിയും തോറ്റി. എത്രയും ഗൈസ് നമ്മൾ ലാസ്റ്റാണ്. 4th നൈസ്. 1 കില്ലെങ്കിലും ഗൈസ് നമ്മളെടുത്ത്. ഗൈസ് നമുക്ക് ബാറ്റിലിൻ്റെ ഓണർ സ്കോർ കുറഞ്ഞ് നോക്കാം. ഞാൻ ഗൈസ് റിവെഞ്ച് എടുക്കുന്ന ഒരു വീഡിയോസ് ഞാൻ ഷോർട്സായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീനായിരുന്നു. ഞാൻ ഒരുവിധ ഞാൻ ഗൈസ് റെക്കോർഡ് ചെയ്യാത്ത കാര്യത്തിന് ശരി ഫെയർ കളിച്ച് കഴിഞ്ഞാൽ നല്ല ഹെഡ് അടിക്കും. റെക്കോർഡ് ചെയ്തിട്ട് കളിക്കാൻ നേരത്തിന് മൂഞ്ചി കളി. എന്തായാലും ഗൈസ്
വേറൊരു വീഡിയോയിൽ അതേ വേണ്ട വേറൊരു വീഡിയോയിൽ കാണാം ഗൈസ്. നിങ്ങൾക്ക് ഇതേപോലത്തെ മാച്ചൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.